ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ അച്ഛൻ. സ്നേഹമുള്ള തോട്ടുങ്കത്തറ കുടുംബാംഗങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം മെയ് 4 നാളെ നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഇതിൻ്റെ ഭാരവാഹികളുടെ പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ നാളത്തെ പരിപാടികൾ ആരംഭിക്കുക കുർബാനയ്ക്ക് ശേഷമുള്ള 9 മണിക്കാണ്. കലാപരിപാടികളോട് നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം 11 മണിക്ക് ശേഷം നമ്മുടെ പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ പൊതുയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശിഷ്ടാതിഥികളായിട്ട് നമുക്ക് 2 MLA ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വാർഡ് കൗൺസിലേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. വികാരിയച്ഛൻ, കൊച്ചച്ഛൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഈ ഒരു സമ്മേളനത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നു. അതുപോലെ തന്നെ ജൂബിലിയറിയൻസിനെ ആദരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു സമാനമായ ഒത്തിരിയേറെ ചടങ്ങുകൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. വീണ്ടും നമ്മൾ ഉച്ചഭക്ഷണം കൊടുത്ത ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മീറ്റിംഗ് തുടരുകയാണ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, വളരെ നന്നായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ കലാപരിപാടികൾ ഒരുങ്ങിയിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടൊക്കെ തന്നെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് ഡാൻസൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഞാനത് എന്നെ പ്രാക്ടീസൊക്കെ കാണാനായിട്ട് ഇടയായി. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ടും കലാപരിപാടികളിൽ പങ്കെടുക്കാനായിട്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുന്നൊരു ദിവസമാണ്. വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഒന്നിച്ചുകൂടുക. പരസ്പരം കാണാനും നമ്മുടെ സൗഹൃദം പങ്കുവയ്ക്കുവാനും വിശേഷങ്ങളൊക്കെ തിരക്കുവാനും ഉള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, എല്ലാ തരത്തിലുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നാളെ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവുമല്ലോ. നമുക്ക് പരസ്പരം കാണാം. അതെല്ലാം വഴിയൊരുക്കുന്നത് വളരെ പാവനഷ്ടമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്നെല്ലാം പറയുന്നത് പല സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റുപടിയായി കാണുന്ന ഇന്നത്തെ കാലത്ത് മധ്യശന്റെ കാലം എന്ന് പറയുന്നത് വളരെ സംശുദ്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു. മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം കൈപ്പിക്കുകയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു പദ്ധതികൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകടനമായി വരും. അതിന് ഏറ്റവും വലിയ മാനമായ ഉദാഹരണമാണ് നമ്മുടെ നമ്മുടെ എല്ലാവരും ഹാളുകൾ. ഇപ്പോൾ അതിനുമായി അടുത്ത കാലത്ത് അത് മെയിൻ്റനൻസ് എല്ലാം നടത്തി കുറച്ചുകൂടി നല്ല രാജ്യങ്ങൾ വിളിച്ചാൽ ഇങ്ങനെ സ്ഥാപനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മകരമായ വിവാഹത്തിലെല്ലാം ഇതുപോലെ ആധുനികമായ ആളും സൗകര്യങ്ങൾ ഒരുക്കുന്നത് വളരെ ഭാവനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബം പ്രവർത്തിച്ചത്. വളരെ നിസ്വാർത്ഥമായ ഒരു സമർപ്പണമാണ്. പല സ്ത്രീകളുടെ ഒരു വ്യക്തമാണ് വർദ്ധിച്ചെന്ന് പറയാതെ അദ്ദേഹം ഓർമ്മിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയും. അപ്പോൾ ഈ ആഘോഷത്തിന്റെ സന്ദർഭങ്ങളിൽ തീർച്ചയായും വർദ്ധിച്ചേട്ടന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വളരെ ധീരമായിട്ടുള്ള ആ ഓർമ്മകൾ നമുക്ക് ഈ ഏപ്രിൽ മാസം തന്നെ ഒരുപാട് നഷ്ടങ്ങളുടെ മാസമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധ്യാത്മ നേതാവായിരുന്ന മാർപ്പാപ്പയുടെ യോഗത്തിന്റെ അതിന്റെ ഓർമ്മ കെട്ടിടങ്ങളിൽ നിന്നുമാണ് പറയുന്നത്. അഭിചേട്ടനുള്ള പ്രത്യേകത അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു എന്നാണ്. മാർപ്പാപ്പയും ദൈവവിശ്വാസിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം മനുഷ്യനിൽ ദൈവത്തെ ദർശിച്ച പാപ്പമാരിൽ ഒരാളെ, മനുഷ്യനിൽ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യനാണ്. പാപ്പ കൈവക്കാത്ത മേഖലകളില്ല. അലസ്യതരും ആത്മവിരുദ്ധമായിട്ടുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡറുകൾ, സമൂഹത്തിലെ മറ്റ് പ്രത്യേക വിഭാഗങ്ങൾ, അതുപോലെ പരിസ്ഥിതിയുടെ മേഖലകൾ, അങ്ങനെ ഒട്ടേറെ മേഖലകൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഒത്തിരി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിക്കുന്നു. എല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് പത്തിച്ചേട്ടന്റെ സാമൂഹികമായ ഇടപെടലുകൾ നടന്നിട്ടുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ നോക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് സംഘടനകൾ ഉണ്ടാകാറ്. വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് സംഘടന രൂപമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ രംഗം. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളായ എല്ലാ ആളുകൾക്കും സംഘടനകളുണ്ട്. സംഘടന ജന്മം കൊള്ളുന്നത് പോലെ തന്നെ മരണമടയുകയും ചെയ്യുന്ന സംഘടനകളാണ് നാട്ടിലെ പല സംഘടനകൾ. പക്ഷേ കാലൂറ്റാണ്ട് കാലം പത്തിച്ചേട്ടൻ തുടങ്ങി കൊടുത്തു വെച്ച ഈ ദിവസിക അത് കിടാതെ കാത്തു സൂക്ഷിക്കാൻ തലമുറക്കാർക്ക് കഴിയാമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലൂറ്റാണ്ട് കാലത്ത് നമ്മുടെ ഈ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഫാമിലി യൂണിറ്റിന്റെ പ്രവർത്തനം നമ്മുടെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാനും കുടുംബത്തിൽ ഇപ്പോൾ വരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ വരുമാനം ജീവിത രീതികളുമായിരിക്കുമ്പോൾ
അപ്പോൾ കുടുംബത്തിൽ ഏറ്റവും താഴെ വരുമാനമുള്ള ആളുകൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന പരിശോധിക്കപ്പെടുന്ന വിദ്യാഭ്യാസവും സാംസ്കാരികവുമായി വഴി പോകുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ രക്തബന്ധമുള്ളവർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളുള്ളവർ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ഒരു സംഘടന നമുക്ക് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം തമ്മിൽ ഫാമിലി യൂണിറ്റിന്റെ ഭാഗമാണെന്നില്ല, സമൂഹത്തിലെ മനുഷ്യർ തമ്മിൽ എല്ലാ തരത്തിലുള്ള വൈകാരികമായ ബന്ധങ്ങളെയും അർത്ഥമാക്കി എല്ലാം പണത്തിന്റെ ബന്ധങ്ങൾ കൊണ്ട് മാത്രം കാണുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നിർഭാഗ്യവശാൽ. അപ്പോൾ അതിന് മാറ്റം വരുത്തി വൈദ്യുതികളില്ലാത്ത ഒരു നല്ല സമൂഹം, നല്ല നല്ലൊരു സമൂഹത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അസോസിയേഷൻ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ കുട്ടികളെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉന്നതങ്ങളിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നമുക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ആവശ്യമായിട്ടുള്ള ധാരാളം കർമ്മ പരിപാടികൾ നമുക്ക് ആവിഷ്കരിക്കണം. കേവലമായ ഒരു വർഷം കുടുംബത്തിന്റെ വാർഷിക യോഗവും അതിന്റെ കട്ടവതരണവും മാത്രമല്ല, അത്യാവശ്യ കലാപരിപാടികൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുന്നതിൽ അവരുടെ ഭാവി ഏൽപ്പിക്കുന്നതിനെല്ലാം, കാരണം അവരാണല്ലോ പുതിയ തലമുറയിൽപ്പെട്ടവരാണല്ലോ ഭാവി പിതാക്കൾ നമ്മുടെ കാര്യങ്ങൾ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, മറ്റു വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലുള്ള ധാരാളം കാര്യങ്ങൾ ജനപ്രതിനിധികളെന്നതിൽ കലക്ട് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ സഹായങ്ങളുണ്ട്. അതെല്ലാം ഈ ഫാമിലി അസോസിയേഷൻ ശ്രീ വിനോദ് സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യം പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുക. നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആര് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്ന നീതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഭരണം നിർവഹിക്കുന്ന ഒന്നാണ്. ആര് വെച്ചാൽ ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ഗവൺമെന്റ് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ അതിന്റെ നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആകെ ഭൂമിശുദ്ധികളും 1.2% മാത്രമുള്ള ഒരു ഭൂമിയാണ്. 200 കിലോമീറ്റർ തീരദേശമാണ്. ആ തീരദേശത്തെ മണ്ഡലങ്ങളിൽ ഒരാളാണല്ലോ ഞാൻ. ഒരു ഭാഗം മലയോരമാണ്, ബാക്കിയുള്ള ഇടനാട് ഒരു തുണ്ട് ഭൂമിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളി 167 രാജ്യങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വഹിച്ചത്. അതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, നല്ല നല്ല നൈപുണ്യം നേടിയിട്ടുള്ള തൊഴിലാളികളുണ്ട്, രസമാരുണ്ട്, ഒരുപാട് ആളുകൾ. അങ്ങനെ നമ്മുടെ കേരളമായ ഒരു പ്രശസ്തിയുടെ കുറുപിടിയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം തീർച്ചയായും നമ്മൾ മുന്നിലാണ്. ലോകത്തെ സംസ്ഥാനമല്ല, മറ്റ് രാഷ്ട്രങ്ങളോടൊപ്പം തന്നെ മാനവ വികസന സൂചകങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളിലും മുന്നിലാണ്. അത് ശിശുപാലനക്കാണെങ്കിൽ, സ്ത്രീകളുടെ ചരിത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, ആയുർവേദത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളം മുന്നിലാണ്. അങ്ങനെയുള്ള കേരളത്തെ പുറകോട്ട് പിടിച്ചു വയ്ക്കാൻ നമ്മൾ നവകാലത്തിന്റെയും എല്ലാ കാലഘട്ടത്തിൽ നിന്നും മാറി ഒരു പുതിയ ആധുനിക കേരളത്തിന്റെ നടുവെക്കുമ്പോൾ ഈ മഹത്തായ കേരളത്തെ പുറകോട്ട് വലിക്കാൻ കഴിയുന്ന ചില ദുഷ്ടശക്തികൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കും. പതിനൊന്നാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാമ്പോൾ എല്ലാവരും ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് ഗവൺമെന്റ് അതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞങ്ങളെല്ലാവരും നിയമസഭയിൽ ഒരുമിച്ച് ഈ കാര്യങ്ങൾ ആദ്യം 2 വർഷങ്ങൾ മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം മുതൽ ഒക്ടോബർ 2 മുതൽ 2-3 മാസക്കാലം വരെ ക്യാമ്പയിനുകൾ നടത്തി. അപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ മഹാവിപത്തായി ഇത് കേരളത്തിൽ മാത്രം ഒരു പ്രശ്നമാണ്. കേരളം അങ്ങേറ്റം അപകടകരമായ ഒരു ഘട്ടത്തിലാണ്. കേരളം മാത്രമല്ല ലോകം തന്നെ ലഹരിയാണ്. അത് മദ്യപാനത്തിന്റെയും കഞ്ചാവിന്റെയും മാത്രം പ്രശ്നമല്ല, മറിച്ച് രാഷ്ട്രീയത്തിന്റെ പുതിയ ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ വിപണി എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയുടേതാണ്. 2019 കേരളം മയക്കുമരുന്ന് പിടിക്കപ്പെട്ടതിന്റെ 85 ലക്ഷത്തിലധികം വരുന്ന കോടി രൂപയുടെ കേരളം 14 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ പ്രായമുള്ള 17 പേർ അത് ഉപയോഗിക്കുന്നതാണ്. 2015 ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അത് 2021 ആകുമ്പോൾ അവരുടെ എണ്ണം 21 കോടി 60 ലക്ഷമായി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗങ്ങളും അതുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥകളുടെ ഭാഗമായി മരണപ്പെട്ട ആളുകളുടെ എണ്ണം 2019 കണക്ക് 5 ലക്ഷം പേരാണ്. അപ്പോൾ അതിനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സാമൂഹ്യ യാഥാർത്ഥ്യം പൊതുവെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന്റെ മാത്രം പ്രശ്നമാണ്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ്. അടുത്ത കാലത്ത് മുംബൈ പോർട്ടിൽ അതുപോലെ മുംബൈ പോർട്ടിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയുണ്ടായി. കേരളത്തിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ പുതിയ പിടികൂടിയപ്പോൾ അവർ വനിതയെ കാര്യമായിട്ടുള്ള വനിതയെ പിടികൂടിയപ്പോൾ അതിന് അന്വേഷണം നീണ്ടുപോയത് നൈജീരിയയിലേക്കാണ്. ഈ അടുത്ത കാലത്ത് തന്നെ മറ്റൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കടന്നു ചെന്നപ്പോൾ അവിടെ ആ ദ്വീപിൽ 12 കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് അവിടെ കുഴിച്ചുകൂടി കാത്തു സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും അതുപോലെ രാജ്യത്തിന് വെളിയിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഗുജറാത്തിന്റെ തീരങ്ങളിൽ, തമിഴ്നാടിന്റെ തീരങ്ങളിൽ ഇതുപോലെ പിടികൂടപ്പെടുകയാണ്. അപ്പോൾ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ നമ്മുടെ ബുദ്ധി, അതിന്റെ സാമർത്ഥ്യവും നമ്മുടെ മനുഷ്യന്റെ കൂട്ടായ്മയും നമ്മുടെ മതസൗഹാർദ്ദവും ഇതെല്ലാം മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന അക്രമകാരികളുടെ കൂട്ടമായി സർക്കാർ പദവികൾ നഷ്ടപ്പെട്ട കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കും. പണ്ട് ചൈനയെ കറുപ്പ് തീരുന്നത് വിശേഷിപ്പിച്ച് കറുപ്പ് തീരുന്ന മനുഷ്യരാക്കി മയക്കിയിരുന്നതിൽ നിന്നും ചൈന നിർത്തുന്നത് അതുപോലെ കേരളത്തെ കടക്കാനുള്ള നീക്കത്തില്ല. ഇത് കേരളം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വരാം, നമ്മുടെ കുട്ടികളെ അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. നമ്മുടെ കുട്ടികളെ പോകുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ വൈകി വരുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും. അവരെ ജീവിക്കുന്നതിൽ നമുക്ക് മനഃശാസ്ത്രപരമായി സമീപിക്കാൻ കഴിയും. ഓരോ വീടുകളിലെ കുറിച്ച് ലൈബ്രറികൾ സ്ഥാപിക്കാൻ, അത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ കുടുംബാംഗങ്ങളോടൊപ്പം അതിന്റെ കഥാപ്രമേയം അതിന്റെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഭക്ഷണത്തോടൊപ്പം അപ്പോൾ നമ്മുടെ കുട്ടികളെ വളരുന്നു, അവരുടെ മാനസിക നിലയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഉള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ അതെല്ലാം നമുക്ക് സർക്കാർ മാത്രം വിജയിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിജയിക്കില്ല. മറിച്ച് നമ്മുടെ ഇതുപോലെ ഫാമിലി യൂണിറ്റുകൾ ആ യൂണിറ്റുകൾ നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം ഇതിന്റെ മെസ്സേജ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പുതിയ സംസ്കാരം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ഈ നിലയിലാണ് നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ എല്ലാ മതനേതാക്കന്മാരുമായി ആശയവിനിമയം നമ്മുടെ പ്രഭാഷണങ്ങളിൽ, പള്ളികളിൽ, നമ്മുടെ ക്ലാസുകളിൽ എല്ലാ പ്രഭാഷണങ്ങളിലും ഇതിന്റെ ദുരന്തങ്ങളെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകാൻ തീരുമാനിച്ചത്.
അതുപോലെ സാമൂഹ്യ സംഘടന പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പരിപാടി നടത്താൻ ആലോചിച്ചിരിക്കുന്നു. കുട്ടികളെ മറ്റു ജില്ലകളിലേക്ക് കടത്തില്ലാതെ അവരുടെ വിദ്യാഭ്യാസ സിലബസിന് പുറമെ മറ്റു കായിക സാംസ്കാരിക വിനോദങ്ങളിൽ അവരെ ചെറുപ്പം മുതൽ പങ്കാളികളാക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് സൂപ്പർ ടാക്സ് അതിനൊരു മേഖലയാണ് തിരുവനന്തപുരത്ത് പരിശീലിച്ചിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലേക്കും അത് വ്യാപിക്കാൻ പോകുകയാണ്. സ്കൂൾ ബസ് ആരംഭ പ്രവേശനോത്സവം കഴിഞ്ഞാൽ കേരള കുട്ടികളിലേക്ക് എല്ലാവരും സന്ദേശം. ഇപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരം ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ അവരെല്ലാം ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം ബാധിക്കുന്നില്ല എന്ന് കരുതാതെ അതിന്റെ വിവരങ്ങൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എക്സൈസുകൾക്ക് എല്ലാം ഡിപ്പാർട്ട്മെന്റ് വിവരം കൊടുക്കും. ഇവിടെ പറഞ്ഞു നമ്മുടെ നാടിന്റെ പുരോഗതി ദേവാലയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശ്മശാനങ്ങളുടെ ഒരു ഘട്ടത്തിൽ മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ഉപയോഗിക്കുന്ന കുട്ടികളുടെയും വികാരങ്ങളുമായിരുന്നു. അതെല്ലാം നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് പല സന്ദർഭങ്ങളിൽ ചില പ്രത്യേക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പോയത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാം, നമ്മുടെ പരിസരങ്ങളിലേക്ക് വരാം. അതെല്ലാം ഇതായിട്ടുള്ള പ്രതിരോധം നമുക്ക് തീർക്കാൻ കഴിയും. ഇനി ഓരോ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ സമൂഹത്തെ ഈ ഫാമിലി അസോസിയേഷനിലെ കുടുംബാംഗങ്ങളെല്ലാം നന്മയുടെ ലോകത്തേക്ക് നയിക്കാൻ കഴിയുന്ന എന്തെല്ലാം പരിപാടികൾ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമോ ആ പരിപാടികളെല്ലാം നിരന്തരമാണ്. അത് വർഷത്തിലേക്കുള്ളതല്ല. അത് ബോധവൽക്കരണമാകട്ടെ, ആക്ഷൻ പ്രോഗ്രാമുകളാകട്ടെ, മെഡിക്കൽ ക്യാമ്പുകളാകട്ടെ, സ്പോർട്സിന്റെ കാര്യങ്ങളാകട്ടെ, അപ്പോൾ അതിൽ തന്നെ സ്വാഭാവികമായി നമ്മുടെ നാടിന് അഭിമാനം നൽകാൻ കഴിയുന്ന പ്രതിഭകൾ ഉയർന്നു വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയിൽ അതിനെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഫാമിലി അസോസിയേഷനിൽ നിന്നും നമ്മുടെ നാടിന് സുഗന്ധം പകരുന്ന 100 പൂക്കൾ വിടരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും അഭിസംബോധനയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏറ്റവും പുറകിൽ ഉണ്ട്, ഇവിടെ ബുള്ളറ്റ് വിളിച്ച് നമ്മുടെ സുഹൃത്താണ്. അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങി നമ്മുടെ വക്കീലിന്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെ ഒരുപാട് നാളെ ഞാൻ പരിചയക്കാർ എല്ലാവരും കാണുന്നുണ്ട്. എന്തായാലും ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരു സ്ഥലം എന്നതിൽ, ഞാൻ കളിച്ചു വളർന്ന ഒരു സ്ഥലം എന്നതിൽ എല്ലാവരും ഒരുപക്ഷെ ഏറ്റവും പുതിയ കുട്ടികൾ മാത്രമായിരിക്കും എനിക്ക് അറിയാൻ കഴിയാത്തത്. എല്ലാവരും പരിചയപ്പെടാൻ ഒരിക്കലും മരിക്കാത്ത ഒരു സമൂഹത്തിന് കൂടുതൽ ബലപ്പെടുത്താൻ അടുത്തറിയാൻ കഴിഞ്ഞ സന്ദർഭമായി ഇത് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഈ ചേട്ടന്റെ വളരെ സ്നേഹത്തോടുകൂടി മറ്റത്തരം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത്. എനിക്ക് ഇതിന്റെ ആദ്യ അവസാനം പങ്കെടുക്കണം, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നും എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ സമയം മുഴുവൻ ഈ അന്തോണി അവതരിച്ചിരിക്കുക പല ജീവിതത്തിൽ സ്വാഗതം തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സുരേഷ് കുറുപ്പിന്റെ മകന്റെ വിവാഹമാണ് കോട്ടയത്ത്. അവിടെ പോയി എനിക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യ അവസാനം പങ്കെടുക്കാൻ ഞാൻ എന്റെ മനസ്സായിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് MLA കൂടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സമയം ഞാൻ വഹിക്കാതെ അദ്ദേഹത്തിന്റെയും നമ്മുടെ പുരോഗതി സാക്ഷരതയും എല്ലാ സംഭാഷണങ്ങൾക്ക് വിനയപൂർവ്വം വഴിമാറി കൊടുത്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഈ ഫാമിലി കൂട്ടായ്മ വാർഷികാഘോഷം സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് ബഹുമാനായ MLA സൂചിപ്പിച്ച പോലെ ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് അസോസിയേഷന്റെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട YP MLA KM ഉണ്ണികൃഷ്ണൻ അവർക്ക് ഞങ്ങളെ ഉപഹാരം നൽകി നന്ദി നൽകുന്നു. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കണിയാമ്പറമ്പിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ൊട്ടുപണികൾ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ്
എന്ത് പറ്റിയപ്പ? ഇല്ല മോളെ, എനിക്ക് ഒന്നും പറ്റിയില്ല. എന്തോ പൊട്ടിയെന്നാണ് തോന്നുന്നത്. പൊട്ടിയോ? അതും പൊട്ടിച്ചു. അത് ഞാൻ ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അപ്പച്ചൻ ഒട്ടിച്ചു തരാം. ഓ പിന്നെ ഒട്ടിക്കാൻ പറ്റുന്നതാണ്, ഒട്ടിച്ചു തരാം. അപ്പൊ നീ കാല് വയ്യാതിരിക്കുമ്പോ ഇറങ്ങി നടക്കാതിരുന്നൂടെ? അതെ മോളെ, കാല് ഒന്ന് സ്ലിപ്പായി പോയി. ഞാൻ വീഴം.
ഈ മാതിരി തക്കിട വരികിട പാട്ടൊന്നും പാടി ടൈം ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ടൈം ചെയ്യാൻ പറ്റുന്ന പാടാനും മതി. ഓടിച്ചെടി ഫ്രണ്ട്സ് അങ്ങനെ. അപ്പൊ തുടങ്ങാം അല്ലേ?